വെൽക്കം ടു മൈ ചാനൽ ദ ബ്രെഡ് സ്റ്റുഡിയോ. നമുക്ക് ചില ദിവസങ്ങളിൽ ഒന്ന് റെഡി ആവുന്ന മൂഡ് കാണില്ല. ചിലപ്പോൾ നമ്മുടെ ഹസ്ബൻഡ് ആയിട്ടോ അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വർക്ക് പ്ലേസിലോ കോളേജിലോ ഒക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം നമുക്ക് ആകെക്കൂട്ട് മനസ്സുമടുപ്പായിരിക്കും റെഡി ആവാൻ വേണ്ടി. പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും ആകാശം ഇടിഞ്ഞു വീണാൽ പോലും നിങ്ങൾ ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. എന്താണ് സൺസ്ക്രീൻ? സൺസ്ക്രീൻ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ പ്രീമച്ചുർ ഏജിങ്, നമ്മുടെ സൺബേൺ, സ്കിൻ ഉണ്ടാകുന്ന പിഗ്മെന്റേഷൻ, ഇതൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ നമുക്ക് തോന്നും ഇന്നൊരു സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാന്നുള്ളത്. നിങ്ങൾ ഇന്ന് സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് വരുന്നത് ചിലപ്പോൾ ഒരു 10 ഇയേഴ്സോ അല്ലെങ്കിൽ 15 ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ സ്കിന്നിലായിരിക്കും. അപ്പം ഒരു ദിവസം പോലും മറക്കാതെ, അതിപ്പം വെയിലായാലും മഴയായാലും തണുപ്പായാലും ചൂടായാലും ഒക്കെ ഒരു ദിവസം പോലും മറക്കാതെ നിങ്ങൾ സൺസ്ക്രീൻ ഉപയോഗിക്കാൻ നോക്കുക. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 1000 ബിലോ റുപ്പീസിനുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു SPF 50 ഒക്കെ വന്നിട്ടുള്ള കുറച്ച് സൺസ്ക്രീൻ ആണ്. ഈ സൺസ്ക്രീൻ കഴിഞ്ഞ ഒരു 1-2 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് കൊള്ളാം എന്ന് തോന്നിയിട്ടാണ് ഇത് സ്കിൻ ടാപ്പിനും കൂടെ യൂസ് ചെയ്യാൻ പറ്റിയത് കേട്ടോ. പിന്നെ സമ്മറിലും വിന്ററിലും നമ്മുടെ സ്കിൻ ചിലപ്പോൾ എൻ്റെ ഡിഫറെന്റ് ആയിരിക്കും. സമ്മറൊക്കെ ആകുമ്പോൾ കുറച്ച് സ്വെറ്റിംഗ് കൂടുതലായിരിക്കും. അപ്പൊ ഒലിച്ചിറങ്ങാത്ത രീതിയിലുള്ള സൺസ്ക്രീൻ ഒക്കെ ആവശ്യമാണ്. അപ്പൊ കൂടുതൽ പറഞ്ഞ് പ്രകടിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോ തുടങ്ങാം. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഈ ഒരു ബോക്സിൽ സൺസ്ക്രീൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ കുറെയൊക്കെ യൂസ് ചെയ്തതാണ്, ഇപ്പൊ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കിയിട്ട് എന്തൊക്കെയാന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് സൺസ്ക്രീനിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാന്നുള്ളത് നോക്കാം. ഇത് സൺബേൺ നമ്മൾ പ്രിവെന്റ് ചെയ്യും, അതുപോലെ തന്നെ സ്കിൻ ക്യാൻസർ, സ്കിൻ പിഗ്മെന്റേഷൻ, പ്രീമച്ചുർ ഏജിങ്, ഇതൊക്കെ പ്രിവെന്റ് ചെയ്യാന്നുള്ളതാണ് സൺസ്ക്രീനിന്റെ മെയിൻ റോൾ എന്നുള്ളത്. കുറച്ച് നാൾ വരെ മുന്നേ SPF 40 വരെയൊക്കെയായിരുന്നു എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, 20, 30, 40 ഒക്കെ. പക്ഷെ ഇപ്പാണെങ്കിൽ SPF 50 അല്ലെങ്കിൽ അതിന് മുകളിലേക്കാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത് പറയുന്നത്. സൺസ്ക്രീൻ 2 ടൈപ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്: മിനറൽ സൺസ്ക്രീൻ ആൻഡ് കെമിക്കൽ സൺസ്ക്രീൻ. മിനറൽ സൺസ്ക്രീൻ നമ്മുടെ സ്കിന്നിൽ ഒരു ഫിസിക്കൽ ബാരിയർ തീർത്തിട്ട് ഈ UVA UV റേസിനെ റിഫ്ലക്ട് ചെയ്തിട്ട് അതിന് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത് പ്രിവെന്റ് ചെയ്യും. പക്ഷെ കെമിക്കൽ സൺസ്ക്രീൻ ഉണ്ടെങ്കിൽ അത് റേസിനെ അബ്സോർബ് ചെയ്തിട്ട് ഒരു കെമിക്കൽ റിയാക്ഷനിലൂടെ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് ഒരു എനർജി ആക്കി, തെർമൽ ഹീറ്റ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി സൺസ്ക്രീൻ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുറത്ത് ഔട്ട്സൈഡ് പോകുന്നതിന് ഒരു 20 മിനിറ്റ്സ് ബിഫോർ എങ്കിലും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആൻഡ് എവറി 3 to 4 hours ഇത് നിങ്ങൾ റീ അപ്ലൈ ചെയ്യണം. എന്നാലേ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ കിട്ടുള്ളൂ. സൺസ്ക്രീൻ ഫേസിൽ മാത്രമല്ല, നമ്മുടെ സ്കിന്നിന് പുറത്ത് സണ്ണിൽ എക്സ്പോസ് ആവുന്ന അവിടെ കയ്യിലും കാലിലും ഒക്കെ നമുക്ക് തേക്കാവുന്നതാണ്. എന്റെ അടുത്തുള്ള കുറച്ച് സൺസ്ക്രീൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഫസ്റ്റ് വന്നത് UVDOXന്റെ സൺസ്ക്രീൻ ആണ്. ഇത് 2 എണ്ണം എന്റെ അടുത്തുണ്ട്. ഫസ്റ്റ് വൺ ഈസ് UVDOX ബ്ലൂ ലൈറ്റ്. ഇത് SPF 50 ഉള്ളതാണ്. ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാവുന്നതാണ്. അതിന്റെ മാറ്റ് ഫിനിഷ് ആണ്, വാട്ടർ റെസിസ്റ്റന്റ് ആണ്. ഇത് ബ്രോഡ് സ്പെക്ട്രം ആണ്. ബ്ലൂ ലൈറ്റ്, UVA UVB ഒക്കെ ഇതിനെ പ്രിവെന്റ് ചെയ്യുന്നതാണ്. ഇത് പാരബൻ ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്, അതിന് ക്രുവാലിറ്റി ഫ്രീയും കൂടിയാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇതൊരു ഫൗണ്ടേഷന്റെ ഒക്കെ പോലെ ഒരു മാറ്റ് പോലെയാണ് തോന്നുന്നത്. കണ്ടോ, ഒരു മാറ്റ് പോലെ നിൽക്കും. ഇത് ഇട്ടിപ്പോ നമുക്ക് ഫേസ് ചെറുതായിട്ടൊരു മേക്കപ്പ് ഒക്കെ ചെയ്ത പോലെ തോന്നും. കണ്ടില്ലേ, ഒരു കുറച്ചൊരു മാറ്റ് ലുക്ക് ആയതുകൊണ്ട് ഒരു ഫൗണ്ടേഷൻ ലുക്ക് തരുന്നുണ്ട്. ആൻഡ് പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവും കേട്ടോ. അങ്ങനെ വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല. കണ്ടോ, ഇത് നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് വാങ്ങാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ ഫാർമസി സ്റ്റോഴ്സിലൊക്കെ ഇത് അവൈലബിൾ ആണ്. 836 ആണ് ഇതിന്റെ റുപ്പീസ് ഇപ്പൊ ആമസോണിൽ കിടക്കുന്നത്. ചിലപ്പോൾ ഓഫറൊക്കെ വന്നിട്ട് അതിൽ കുറയാറുണ്ട്. ഇനി ചിലപ്പം ഫാർമസിയിൽ എത്തുന്നുള്ളത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഞാൻ പണ്ട് മേടിച്ചതാണ്. സെക്കൻഡ് ടൈം ഞാൻ പിന്നെ മേടിച്ചത് ആമസോണിൽ നിന്നാണ് കേട്ടോ. എനിക്ക് നല്ലൊരു ഇതായിട്ട് തോന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ സ്കിൻ ടൈപ്പിനും കൂടെ യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ഇനി ഇതിന്റെ തന്നെ UVDOXന്റെ സെയിം ബ്രാൻഡ് വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്. ഈ UVDOXന്റെ സിലിക്കോൺ സൺസ്ക്രീൻ ജെല്ലാണ്. ഇതും SPF 50 ഉള്ളതാണ്. UVA UV ബ്രോഡ് സ്പെക്ട്രം ഉള്ളതാണ്. അതുപോലെ തന്നെ ഓയിൽ ഫ്രീ, മാറ്റ് ഫിനിഷ്, വാട്ടർ റെസിസ്റ്റന്റ് ആൻഡ് ഫോർ ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊരു വൈറ്റ് ആട്ടോ, പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്ന ഒന്നാണ്. ഇതൊരു ജെല്ല് പോലെ ഒരു ഭയങ്കര സ്മൂത്ത് ആയിട്ട് നിൽക്കും. ഒട്ടും അങ്ങനെ വൈറ്റ് കാസ്റ്റ് അങ്ങനെ ഒന്നും ആവില്ല കേട്ടോ. ഇതിന്റെ പ്രൈസ് 667 ആണ് ആമസോണിൽ ഇപ്പൊ കിടക്കുന്നത്. ഇത് പുറത്ത് ഔട്ട് സ്റ്റോറിൽ എത്ര എന്നുള്ളത് എനിക്ക് അറിയില്ല. ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡും കൂടിയാണ് UVDOXന്റെ ഈ ഒരു സൺസ്ക്രീൻ. 61 ഫോട്ടോ സ്റ്റേബിൾ ഗോൾഡ് മാറ്റ് ഫിനിഷ് സൺസ്ക്രീൻ ജെല്ലാണ്. അതിന്റെ പാക്കറ്റ് പെൻഡലിൽ തന്നെ ഉപയോഗിച്ച് തീർന്നതാണ്. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒന്നാണ്. അതിന്റെ പിക്ചർ ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് കൊടുക്കാം. അത് ആമസോണിൽ അവൈലബിൾ ആണ്. ഇത് ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇറ്റ്സ് ജെൽ ടൈപ്പ് ആണ്, പെട്ടെന്ന് തന്നെ അബ്സോർബ് ആകും. പിന്നെ എനിക്ക് തോന്നിയ പ്രശ്നം, അത് വിന്റർ സീസണിൽ ഞാൻ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഉരുണ്ടുകൂടി മോയ്സ്ചറൈസർ നമ്മൾ സീറം ഒക്കെ അപ്ലൈ ചെയ്തിട്ട്
പിന്നീട് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് ഉരുണ്ടുകൂടി വരുന്ന എനിക്ക് തോന്നിയിട്ടുണ്ട്. അതല്ലാണ്ട് സമ്മർ സീസണിലൊക്കെ ഇത് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം. പെട്ടെന്ന് തന്നെ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് പിന്നെ ഓയിലി ഫേസ് ഉള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് പോകുന്ന ഒന്നാണ്. ഇപ്പോൾ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്ത് വാട്ടർ ആൻഡ് സ്വെറ്റ് റെസിസ്റ്റന്റ് ആണ്, ഹൈപ്പോ അലർജനിക് ആണ്. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇതിന്റെ ഫോട്ടോസിന് ഒരുപാട് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ആമസോണിൽ അവൈലബിൾ ആണ്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിന്റെ പ്രൈസ് ഇപ്പൊ കാണിക്കുന്നത് 828 rupees ആണ്. അതിന് ഇടയ്ക്ക് കൂടിയും കുറഞ്ഞ ഓഫറൊക്കെ വരുമ്പോൾ മാറിയൊക്കെ ഇരിക്കും. അതിൽ പുറത്ത് ഫാർമസികളിൽ ഇതൊക്കെ അവൈലബിൾ ആണ്. ഓൾറെഡി പറഞ്ഞ പോലെ ഇത് ഓയിലി സ്കിൻ, പ്രത്യേകിച്ച് ആക്നെ പ്രോൺ ഓയിലി സ്കിന്നുകാർക്ക് പറ്റിയിട്ടുള്ള ഒരു സൺസ്ക്രീൻ കൂടിയാണ് ഈ ഫോട്ടോസ്റ്റേബിൾ ഗോൾഡ് സൺസ്ക്രീൻ ജെൽ എന്നുള്ളത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വൺ ഈസ് യൂഡെർമ ബ്രാൻഡിന്റെ എക്ലിപ്സ് സോളയർ ആണ്. ഇത് SPF 50 ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ ബ്രോഡ് സ്പെക്ട്രം ആണ്. ആൻഡ് അൾട്രാ ലൈറ്റ് വാട്ടർ ആൻഡ് സ്വെറ്റ് റെസിസ്റ്റന്റ് ആണ്. മാറ്റിഫൈങ് സൺസ്ക്രീൻ ആണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇത് കുറച്ചും കൂടെ വാട്ടറി ടൈപ്പ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ്. ഇപ്പൊ കറണ്ടിൽ യൂസും കൂടെ ചെയ്യുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. കുറച്ചും കൂടെ മറ്റേത് രണ്ടും വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഒരു വാട്ടറി ആണിത്. ആൻഡ് ഈസി ടു ബ്ലെൻഡും കൂടെയാണ്. ചെറിയൊരു വൈറ്റ് കാസ്റ്റ് നമുക്ക് ആദ്യം തോന്നുമെങ്കിലും പെട്ടെന്ന് തന്നെ അതങ്ങ് സ്കിന്നിലേക്ക് അബ്സോർബ് ആയിക്കോളും. പിന്നെ നല്ലൊരു സ്മെല്ലും കൂടെയാണ് ഇതിന്. ശരിക്കും വാങ്ങാൻ കാരണം ഞാൻ ഒരു പോഡ്കാസ്റ്റ് കണ്ടിട്ട് നമ്മൾ ഇന്ത്യയിലെ ഒരു ഡെർമറ്റോളജിസ്റ്റ്, എനിക്ക് അവരുടെ പേര് ഞാൻ മറന്നു, അവർ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞ ഒരു സൺസ്ക്രീൻ ആണിത്. അത്യാവശ്യം നമ്മൾ ഇന്ത്യൻ സ്കിൻ ടോണിനൊക്കെ പറ്റിയെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇത് വാങ്ങുന്നത്. പക്ഷെ എനിക്ക് വാങ്ങിയപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, കൊള്ളാൻ തോന്നി. ഇത് ആമസോണിൽ അവൈലബിൾ ആണ്. ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിന് ഇപ്പൊ ആമസോണിൽ 800 rupees ആണ് കിടക്കുന്നത്. അപ്പൊ നിങ്ങളും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ ഇത് ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് വൺ ഈസ് അവർ മിനിമലിസ്റ്റ് സൺസ്ക്രീൻ. ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു മിനിമലിസ്റ്റ് പ്രോഡക്റ്റിൽ. ഞാനിപ്പോ റീസെന്റ് ആയിട്ട് ഈ കഴിഞ്ഞ 2 ദിവസമൊക്കെ ഞാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു ജെൽ ടൈപ്പ് ആണ് കേട്ടോ. ഇതും ജെൽ ടൈപ്പ് ആണ് വരുന്നത്. ഇത് ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് SPF 40 ആണ്. ഇത്രയും നേരം നമ്മൾ കണ്ടത് SPF 50. കഴിഞ്ഞ വീഡിയോ പറയും ചെയ്ത് ആകെ ഒരു തോന്നിയത് SPF 40 ആണെന്നുള്ളതാണ്. ഇപ്പൊ എല്ലാ സൺസ്ക്രീൻസും SPF 50 ആണ് വരുന്നത്. മിനിമലിസ്റ്റിന്റെ ഈ ഒരു സൺസ്ക്രീൻ SPF 40 ആണ്. ഇതിന്റെ കൂടെ ടൊമാറ്റോ ഫ്രൂട്ട് എക്സ്ട്രാക്ട് ഉണ്ട്, സ്ക്വാലിൻ ഉണ്ട്, ഒഹോബ സീഡ് ഓയിൽ ഉണ്ട്, ബ്രോഡ് സ്പെക്ട്രം, പിന്നെ PA++ ലാർജ് സ്പെക്ട്രം ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഒരു ജെൽ ടൈപ്പ് ആണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം യൂസ് ചെയ്തപ്പോൾ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ സ്റ്റോറി ഇടണമെന്ന് വിചാരിച്ചു. ഈ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് ഫോട്ടോ സ്റ്റേബിളിലും ഉള്ളത്. ഇതും ഇതുപോലെ തന്നെ ഒരു ജെൽ ടൈപ്പ് ആണ്. ബട്ട് ഈസി ടു എന്താ പറയാ, ആപ്ലിക്കേഷൻ വളരെ ഈസിയാണ്. പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവുന്നുണ്ട്. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 469 ആണ് ഇൻ ആമസോൺ. ഇത് ഇൻവിസിബിൾ സൺസ്ക്രീൻ ആണ്. മിനിമലിസ്റ്റിന്റെ ഇൻവിസിബിൾ സൺസ്ക്രീൻ SPF 40 ആണ്. ജെൽ ടൈപ്പ് ആണ്. നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്ന് പറയുന്നത് വിഷ് കെയറിന്റെ ഈ ഒരു സൺസ്ക്രീൻ ആണ്. ഇത് വിഷ് കെയറിന്റെ നിയാസിനമൈഡ് ഓയിൽ ബാലൻസ് ഫ്രൂട്ട് സൺസ്ക്രീൻ ലൈറ്റ് ആൻഡ് മാറ്റ്. ഇത് SPF 50 ഉണ്ട്. ബാലൻസസ് ഓയിൽ ആൻഡ് പ്രൊട്ടക്ട് സ്കിൻ ആണ് കൊടുത്തത്. ഇതിൽ ഓട്സ് എക്സ്ട്രാക്ട്, സിങ്ക് ആൻഡ് സെർമൈഡ്സ് ഒക്കെ ഉണ്ട്. ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 499 ആണ്. ഇത് പർപ്പിളിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. നമുക്ക് ഒന്ന് തുറന്നു നോക്കാം. ഇത് ലൈറ്റ് വെയിറ്റ് ആണ്. ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാൻ പറ്റുന്ന കൊടുത്തിട്ടുണ്ട്. ഇത് ഭയങ്കര വാട്ടറി ആയിട്ടുള്ള കൺസിസ്റ്റൻസി ആട്ടോ. ഓൾറെഡി എന്റെ കയ്യിൽ നിന്നൊക്കെ താഴെ വീണു. അയ്യോ, ഫുൾ വാട്ടറി ആയിട്ടുള്ള കൺസിസ്റ്റൻസി ആണ്. ആൻഡ് വൈറ്റ് കാസ്റ്റ് അത് ഇല്ലെന്ന് തോന്നുന്നു. പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവുന്നുണ്ട്. അപ്പൊ ഞാനിതൊരു യൂസ് ചെയ്തിട്ടില്ല. പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്കായി. അപ്പോൾ ഇതൊക്കെയാണ് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ സജഷൻസ് അണ്ടർ 1000 rupees വരുന്നത്. സൺസ്ക്രീൻസ് ആർ സോ ഇമ്പോർട്ടന്റ്. അപ്പൊ ഇപ്പോഴും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാത്തവരും മടി പിടിച്ചിരിക്കുന്നവരൊക്കെ ഒന്ന് നിങ്ങളെ ഈ 2025 ഒരു പുതിയൊരു സ്റ്റാർട്ടിംഗ് ആയിട്ട് ഇതും കൂടെ നിങ്ങളുടെ ഡെയിലി റൊട്ടീനിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കുക. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ വേറെ വീണ്ടും കാണാം. അതും എല്ലാവർക്കും ബൈ ബൈ, ടാറ്റാ.